ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ വേദികളായി കൊച്ചിക്ക് പുറമെ കോഴിക്കോട്, തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയങ്ങളെ പരിഗണിക്കുമ്പോൾ സംഘാടകർക്ക് മുന്നിൽ കടമ്പകളേറെയാണ്. 6 സീസണുകളിലായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ രണ്ടാം വേദിയായി പരിഗണിക്കുന്ന കോഴിക്കോട്, തൃശൂരും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കോടികൾ ചെലവാക്കേണ്ടി വരും സംഘാടകർക്ക്. കൊച്ചിയിലും കോഴിക്കോടും പുൽമൈതാനമാണെങ്കിലും തൃശൂരിൽ കൃത്രിമമായ പുൽമേടുകളാണ് ഉള്ളത്. 2 വ്യത്യസ്ത ടർഫുകളിൽ കളി നടക്കുന്നത് അശാസ്ത്രീയമാകുമെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട് ഗ്രൗണ്ടിൽ അടിമുടി പുതുക്കി പണിയണം. കേരള ബ്ലാസ്റ്റേഴ്സ് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഗ്രൗണ്ട് നിർമ്മിക്കാൻ 2 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള ഗ്രൗണ്ടിൽ ഒരു മത്സരം നടത്താൻ കഴിയില്ല. ഇതിനു പുറമെ ഫ്ലഡ് ലൈറ്റിന്റെ അറ്റകുറ്റപ്പണി അനിവാര്യമാണ്. തൃശൂരിൽ നിലവിലെ കൃത്രിമ പുൽമേടുകൾ നിർമ്മിക്കണം. വലിയ മത്സരങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ശേഷി നിലവിൽ ഫ്ലഡ് ലൈറ്റുകൾക്കില്ല. അതിന് ശേഷി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വേദിയാകുന്ന കാര്യത്തിൽ അറിയിപ്പ് ഇന്നും ലഭിച്ചിട്ടില്ല. ഗോവയ്ക്കൊപ്പം കേരളവും പരിഗണിക്കുന്നതായി സൂചനകൾ ലഭിച്ചത് മാത്രമേ ഉള്ളൂ. അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ കളി നടക്കുന്നത് മൂലം സംഘാടകർക്ക് വലിയ നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത്. കാണികളെ ഒഴിവാക്കി കളി നടക്കുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിന്നിലെ ആരാധകരുടെ ശക്തി ഒരിക്കലും ചോരില്ല എന്ന് പ്രതീക്ഷിക്കാം. 7ാം സീസൺ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.